എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഫസ്റ്റ് ഇയർ എക്സാമിനേഷൻ റിസൾട്ട് ഇന്നലെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ജൂൺ 2-ാം തീയതി വൈകുന്നേരം 3 മണിക്ക് റിസൾട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. ഇതുവരെ റിസൾട്ട് പരിശോധിക്കാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ results.hsc.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് വഴി നിങ്ങളുടെ റിസൾട്ട് പരിശോധിക്കാം. അപ്പോൾ എങ്ങനെ ഈ ഒരു റിസൾട്ട് പരിശോധിക്കാം, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഏതെങ്കിലും വിഷയങ്ങൾ തോറ്റിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അതുപോലെ ഒരു വിദ്യാർത്ഥി ചോദിച്ച സംശയമായിരുന്നു 4-ൽ കൂടുതൽ അതായത് 3-ൽ കൂടുതൽ സബ്ജക്റ്റ് തോറ്റു കഴിഞ്ഞാൽ വിദ്യാർത്ഥികളെ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിടുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആ ഒരു സംശയത്തിനുള്ള ഉത്തരവും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു 3 സബ്ജക്റ്റിൽ കൂടുതൽ സബ്ജക്റ്റ് തോറ്റിട്ടുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, അതുപോലെ പ്രതീക്ഷിച്ച മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, അതുപോലെ വിദ്യാർത്ഥികൾ +1 +2 ജയിക്കുന്നതിനായിട്ട് എത്ര മാർക്കാണ് നിങ്ങൾക്ക് വേണ്ടത്, A+ കിട്ടാനായിട്ട് എത്ര മാർക്കാണ് വേണ്ടത്, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു +1-ൻ്റെ സേവർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എന്നിവയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസുകൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് പരിശോധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് results.hsc.kerala.gov.in എന്നുള്ള വെബ്സൈറ്റായി നിങ്ങളുടെ റിസൾട്ട് പരിശോധിക്കുക. ഇവിടെ VHSC NSQ ഫസ്റ്റ് ഇയർ എക്സാമിനേഷൻ റിസൾട്ട് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. HSC ഫസ്റ്റ് ഇയർ മാർച്ച് എക്സാമിനേഷൻ 2025 എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് നേരെയുള്ള ലിങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ചെക്ക് റിസൾട്ട് എന്ന് പറഞ്ഞുകൊണ്ട് 2 VHSCയുടെ നേരെയും HSCയുടെ നേരെയും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതിൻ്റെ HSCയുടേതാണെങ്കിൽ HSCയുടെ നേരെയുള്ള ആ ചെക്ക് റിസൾട്ട് ക്ലിക്ക് ചെയ്യുക, VHSCയുടേതാണെങ്കിൽ VHSCയുടെ നേരെയുള്ള ആ ചെക്ക് റിസൾട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അടുത്ത പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ കൊടുക്കാണ്ട് ഡേറ്റ് ഓഫ് ബർത്ത് ഈ ഒരു രീതിയിലാണ് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ആദ്യം നിങ്ങൾ ഏത് ദിവസമാണ് ജനിച്ചത്, ഏത് മാസമാണ്, ഏത് വർഷമാണ് ജനിച്ചത് എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് സ്ക്രീനിൽ കുറച്ച് ഇംഗ്ലീഷ് അക്ഷരം കാണാൻ പറ്റും. അതായത് ഇവിടെ ജസ്റ്റ് കുറച്ച് ഇംഗ്ലീഷ് അക്ഷരം കാണാം. അപ്പോൾ അത് ഇവിടെ ടെക്സ്റ്റ് ഫ്രം ഇമേജ് എന്നുള്ള ഭാഗത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് അവിടെയുള്ള ഇംഗ്ലീഷ് അക്ഷരം മനസ്സിലാവുന്നില്ലെങ്കിൽ ഇവിടെ എടുക്കുമായിട്ട് ഒരു റിന്യൂ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു ഏറോ സിമ്പിൾ ഉള്ള, അതായത് ഒരു വളഞ്ഞിട്ടുള്ള ഒരു സിമ്പിൾ കൊടുത്തിട്ടുണ്ട്. അതാണ് റിന്യൂ ബട്ടൺ. അപ്പോൾ ജസ്റ്റ് ഒന്ന് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ആ ഒരു ഇംഗ്ലീഷ് അക്ഷരം ചേഞ്ച് ആയിട്ട് വരുന്നത് കാണാം. അപ്പോൾ നിങ്ങൾ ആ ഒരു ചേഞ്ച് ആയിട്ട് വന്നിട്ടുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ചെക്ക് റിസൾട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ടിൻ്റെ PDF ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് പറയാം. PDF ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ആദ്യം നിങ്ങൾ ഒന്നുകൂടി ആ ഒരു സമയത്ത് പുതുതായിട്ട് വന്നിട്ടുള്ള ആ ഒരു ഇംഗ്ലീഷ് അക്ഷരം എന്താണോ അത് കൃത്യമായിട്ട് ഇവിടെ ടെക്സ്റ്റ് ഫ്രം ഇമേജ് എന്നുള്ള ഭാഗത്ത്, അതായത് നിങ്ങൾ വീണ്ടും ഹോം പേജിലേക്ക് പോവുക. അപ്പോൾ ഹോം പേജിൽ പോയിട്ട് നിങ്ങൾക്ക് അതായത് ഈ ഒരു പേജിൽ നിങ്ങൾ ചില സമയത്ത് ഈ ഒരു പേജിലായിരിക്കും എത്തുക, അല്ലെങ്കിൽ നേരത്തെയുള്ള ആ ഒരു ഹോം പേജിലായിരിക്കും എത്തുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അവിടെ എന്തോ എന്ന് നോക്കുക, അതില്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഡേറ്റ് ഓഫ് ബർത്തും സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ ആ ഒരു സമയത്ത് എന്താണോ ഇംഗ്ലീഷ് അക്ഷരം കാണുന്നത് അത് കൃത്യമായിട്ട് നിങ്ങൾ ഇവിടെ ടെക്സ്റ്റ് ഫ്രം ഇമേജ് എന്നുള്ള ഭാഗത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഡൗൺലോഡ് PDF എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ റിസൾട്ടിൻ്റെ PDF ഡൗൺലോഡ് ചെയ്യുക. ഈ ഒരു PDF പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള PDF ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ പാസ്വേഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു PDF ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് പാസ്വേഡ് ചോദിക്കും. അങ്ങനെയെങ്കിലേ ആ ഒരു PDF ഓപ്പൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ഇവിടെ കൃത്യമായിട്ട് അതിൻ്റെ ആ ഒരു എങ്ങനെയാണ് പാസ്വേഡ് വരുന്നതെന്ന് കൊടുത്തിട്ടുണ്ട്. രജിസ്റ്റർ നമ്പർ പ്ലസ് ഡേറ്റ് ഓഫ് ബർത്ത്. ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുമ്പോൾ ആദ്യം ഡേറ്റ്, പിന്നീട് മന്ത്, പിന്നീട് ഈ ഒരു ഫോമാറ്റിലാണ്. അതുപോലെ തന്നെ ഡേറ്റും മന്തും കൊടുക്കുന്ന സമയത്ത് അത് 2 അക്ക രീതിയിലാണ് കൊടുക്കേണ്ടത്. അതായത് ഇപ്പോൾ എൻ്റെ രജിസ്റ്റർ നമ്പർ എന്ന് പറയുന്നത് 1 2 3 4 5 6 7 8 എന്നാണ് വിചാരിക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ രജിസ്റ്റർ നമ്പർ എന്ന് വിചാരിക്കാം. അപ്പോൾ എന്നെ ജനിച്ചിട്ടുള്ളത് 3 ജനുവരി 2006 വിചാരിക്കാം. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇവിടെ 3 ജനുവരി 2026 എന്ന് എഴുതുന്ന സമയത്ത് 3 എന്ന് പറയുമ്പോൾ വെറും 3 എന്നല്ല എഴുതേണ്ടത്, 03 എഴുതണം. അതായത് 2 അക്കം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ജനുവരി എന്നാകുമ്പോൾ 1-ാം മാസമാണ്. അപ്പോൾ അത് 1 എന്ന് എഴുതിയത് 2 അക്കമായിട്ട് 01 എന്ന് നിങ്ങൾ എഴുതണം. അതുപോലെ തന്നെ ഈ ഒരു 2006 എന്നുള്ളത് അതേപോലെ തന്നെ എഴുതുക. ഈ ഒരു രീതിയിലാണ് ഇതിനോടൊപ്പം കണ്ടിന്യൂസ് ആയിട്ട് എഴുതേണ്ടത്. അപ്പോൾ ഇതിൻ്റെ പാസ്വേഡ്, ഇപ്പോൾ എൻ്റെ പാസ്വേഡ് എഴുതുന്നത് ഈ ഒരു രീതിയിലായിരിക്കും. അങ്ങനെയെങ്കിൽ 1 2 അതായത് 1 2 അതായത് 1 2 3 4 5 6 7 8. അതുപോലെ ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് 03/01/2006 ഇത് കണ്ടിന്യൂസ് ആയിട്ട് എഴുതുന്നു. അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ ആ ഒരു രജിസ്റ്റർ നമ്പറും അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തും കറക്റ്റായിട്ട് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാസ്വേഡ് ആ ഒരു രീതിയിൽ പാസ്വേഡ് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ PDF ഓപ്പൺ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുക്കുക. കാരണം നിങ്ങൾ റീവാലുവേഷൻ ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് ആവശ്യമായിട്ട് വരും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് PDF എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നുള്ള കാര്യം ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനി വിദ്യാർത്ഥികൾക്ക് നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ കാര്യത്തിലേക്ക് വരാം. അതായത് വിദ്യാർത്ഥികൾ ചോദിച്ച ആ ഒരു പ്രധാനപ്പെട്ട സംശയത്തിലേക്ക് വരാം. അതായത് ആ ഒരു വിദ്യാർത്ഥി ചോദിച്ചതായിരുന്നു, വിദ്യാർത്ഥി ഇപ്പോൾ 4 സബ്ജക്റ്റാണ് തോറ്റിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിയെ സ്കൂളിൽ നിന്ന് പുറത്താക്കുമെന്ന് വിദ്യാർത്ഥി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളെ പുറത്താക്കുന്നതും ഒന്നുമല്ല. കാരണം ഈ ഒരു +1 എന്ന് പറയുന്നത് +2-ൻ്റെ ആ ഒരു ഭാഗമാണ്. അതായത് നിങ്ങൾ +1-ൽ സാധാരണ ഒരു വിദ്യാർത്ഥി തോറ്റു എന്ന് പറയാറില്ല. നിങ്ങൾക്ക് മിനിമം മാർക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് മാത്രമേ പറയാറുള്ളൂ. അതുപോലെ +2-ന് നോക്കുന്ന സമയത്ത് +2 റിസൾട്ടിന് ശേഷമാണ് ഒരു വിദ്യാർത്ഥി +2 തോറ്റോ ജയിച്ചോ എന്ന് നോക്കുക. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളുടെ റിസൾട്ട് വന്ന സമയത്ത് അതിൽ നിങ്ങൾക്ക് കാണാം നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ്, നോ ഹയർ
അതുപോലെ തന്നെ ഒരു എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നോ അതിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. അതിന് കാരണം എന്ന് പറയുന്നത് ഒരു വിദ്യാർത്ഥി +1 പഠിച്ചു കഴിഞ്ഞാൽ അതിന് ഹയർ സ്റ്റഡീസ് നേടാനായിട്ട് പറ്റത്തില്ല. +2ന് ശേഷം മാത്രമേ ഹയർ സ്റ്റഡീസ്, അതായത് ജയിച്ചോ തോറ്റോ എന്ന് നോക്കുന്നത് +2ന് ശേഷം മാത്രമാണ്. അപ്പോൾ +1ൻ്റെ കണ്ടിന്യൂഷൻ ആണ് +2 എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് +1ന് മാർക്ക് കുറഞ്ഞാലും നിങ്ങൾ +2ലേക്ക് ഓട്ടോമാറ്റിക്കലി ട്രാൻസ്ഫർ ചെയ്യപ്പെടും. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക്, അതായത് ഇനി മുതൽ നിങ്ങൾ +2ലാണ് പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ +1ന് മാർക്ക് കുറഞ്ഞു എന്ന് വിചാരിച്ച് നിങ്ങൾ +2ലേക്ക് പോവാതെ നിങ്ങളെ സ്കൂളിൽ നിന്ന് പുറത്താക്കുമെന്നൊന്നും പേടിക്കേണ്ടതില്ല. നിങ്ങളിപ്പോൾ 6 വിഷയം തോറ്റിട്ടുണ്ടെങ്കിൽ കൂടി നിങ്ങളിപ്പോൾ +2ലാണ്. അപ്പോൾ +2ന് നിങ്ങൾ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാതെ +1ന് തോറ്റു എന്ന് വിചാരിച്ച് അപ്പോഴും സ്കൂളിൽ നിന്ന് പിടിച്ച് പുറത്താക്കൊന്നുമില്ല. നിങ്ങൾ +2ലേക്ക് നിങ്ങൾ ഓൾറെഡി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് നിങ്ങളെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ +2ലാണ് ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ +1ന് മാർക്ക് കുറഞ്ഞു എന്ന് വിചാരിച്ച് ടെൻഷനൊന്നും അടിക്കേണ്ടതില്ല. +2ന് നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കാം. അപ്പോൾ ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്, അപ്പോൾ ആ ഒരു വിദ്യാർത്ഥിയുടെ സംശയത്തിനുള്ള ആ ഒരു ഡൗട്ട്, ആ സംശയത്തിൻ്റെ ആ ഒരു സംശയം ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അതായത് +1ന് തോറ്റു എന്ന് വിചാരിച്ചു ഇപ്പോൾ 6 വിഷയം തോറ്റിട്ടുണ്ടെങ്കിൽ കൂടി നിങ്ങൾ +2ലേക്ക് ഓട്ടോമാറ്റിക്കലി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇനി മുതൽ +2 ആണ് നിങ്ങൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ +1ന് മാർക്ക് കുറഞ്ഞു എന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കാതെ +2 നന്നായിട്ട് പഠിക്കാം. കാരണം +2 പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക്, അതായത് ഇപ്പോൾ ആരംഭിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴേ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജയിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ജയിക്കാനായിട്ട് എത്ര മാർക്ക് വേണം എന്നുള്ളത്. സാധാരണഗതിയിൽ നിങ്ങളോട് നേരത്തെ പറഞ്ഞു +1ന് ഒരു വിദ്യാർത്ഥി ജയിച്ചോ ഇല്ലയോ എന്ന് നോക്കുന്നില്ല. +2ൻ്റെയും +1ൻ്റെയും മാർക്ക് നോക്കിയിട്ട് +2 റിസൾട്ടിന് ശേഷമാണ് ഒരു വിദ്യാർത്ഥി ജയിച്ചോ ഇല്ലയോ എന്ന് നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് +1ന് നിങ്ങൾ വാങ്ങിക്കേണ്ട മിനിമം മാർക്ക് എന്ന് പറയുന്നത് 60 മാർക്കിൽ നിങ്ങൾക്ക് ഒരു 18 മാർക്ക് പരീക്ഷയിൽ കിട്ടിയിട്ടുണ്ടായിരിക്കണം. ഗ്രേസ് മാർക്ക് ഉള്ളവരാണെങ്കിൽ ഗ്രേസ് മാർക്ക് ഉൾപ്പെടെ, അതായത് TE മാർക്ക് മാത്രം ഉള്ളവർ, അതായത് പരീക്ഷയുടെ മാർക്ക് മാത്രമുള്ളവർ അവരുടെ TE മാർക്ക് മാത്രം നോക്കുക. അതുപോലെ ഗ്രേസ് മാർക്കുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ ഗ്രേസ് മാർക്കും അതിനോടൊപ്പം TE മാർക്കും ടോട്ടലായിട്ട് കൂട്ടുക. കൂട്ടിയിട്ട് 60ൽ നിങ്ങൾക്ക് 18 മാർക്ക് കിട്ടിയിട്ടുണ്ടോ, അതുപോലെ 80 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ 24 മാർക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മിനിമം മാർക്ക് കിട്ടി എന്ന് മനസ്സിലാക്കാം. +1ൽ ജയിച്ചോ തോറ്റോ എന്നുള്ളതൊന്നുമില്ല. ഇനി അടുത്തതായിട്ടുള്ളത് +2 ആണ്. +2ലും നിങ്ങൾക്ക് ഇതേ രീതിയിൽ 18, അതുപോലെ തന്നെ 24 മാർക്ക് 60ൽ 80 മാർക്ക് സബ്ജക്റ്റിൽ വാങ്ങിച്ചാൽ മതിയാകും. ഇനിയിപ്പോൾ ചില വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രീതിയിൽ 60 മാർക്കിൽ 18 കിട്ടിയിട്ടുണ്ടാവില്ല, അതുപോലെ തന്നെ 80 മാർക്കിൽ 24 മാർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് +1ൻ്റെ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതുക. അതുപോലെ തന്നെ നിലവിൽ നിങ്ങൾക്ക് മാർക്ക് കൂടുമെന്ന് പ്രതീക്ഷയുണ്ടെങ്കിൽ, അത് റീവാലുവേഷൻ കൊടുത്താൽ മാർക്ക് കൂടുമെന്ന് പ്രതീക്ഷയുണ്ട് എങ്കിൽ നിങ്ങൾക്ക് റീവാലുവേഷൻ കൊടുക്കാവുന്നതാണ്. റീവാലുവേഷനായിട്ടുള്ള അപേക്ഷ ജൂൺ 10-ാം തീയതി വരെയാണ് നിങ്ങളുടെ +1 പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്ത സ്കൂളിൽ നിങ്ങൾക്ക് നൽകാനായിട്ട് സാധിക്കുക. അപ്പോൾ റീവാലുവേഷൻ 500 രൂപയാണ് ഫീസ് വരിക, സ്ക്രൂട്ടനിക്ക് 100 രൂപ, ഫോട്ടോ കോപ്പിക്ക് 300 രൂപയാണ് ഫീസ് വരുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ രീതിയിൽ 18 മാർക്കോ അല്ലെങ്കിൽ 24 മാർക്കോ നേടാൻ പറ്റിയിട്ടില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അതിൻ്റെ കുറഞ്ഞ മാർക്ക് നിങ്ങൾ +1 ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയിൽ വാങ്ങിച്ചാൽ മതി. അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിനും പറ്റിയിട്ടില്ലെങ്കിൽ +2 പരീക്ഷയിൽ വാങ്ങിച്ചാൽ മതി. അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് +1 അതുപോലെ തന്നെ +2 ടോട്ടലായിട്ട് കൂട്ടുന്ന സമയത്ത് 60 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ അതിൽ നിങ്ങൾക്ക് ടോട്ടലായിട്ട് +1നും +2നും കിട്ടിയിട്ടുള്ള TE മാർക്ക്, അതുപോലെ തന്നെ ചില വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിൽ TE മാർക്കും ഗ്രേസ് മാർക്കും ഉൾപ്പെടെ നോക്കുന്ന സമയത്ത് 60 മാർക്ക് സബ്ജക്റ്റിൽ 36 മാർക്ക് മതി. 80 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ അതിൽ നിങ്ങൾക്ക് 48 മാർക്ക് മതി. അതായത് +1നും +2നും ടോട്ടലായിട്ട് കൂട്ടുന്ന സമയത്ത് 2 വർഷത്തെ ടോട്ടൽ മാർക്ക് 60ൽ 36, അതുപോലെ 80ൽ 48 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ +1 +2 ടോട്ടലായിട്ട് പാസ്സാവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്കിപ്പോൾ +1 ജയിക്കാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, അതുപോലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് പാസ്സാവുന്നതിനായിട്ടുള്ള മാർക്കാണ് ഈ ഒരു 60ൽ 2 വർഷം കൂടി, അതായത് +1ൻ്റെയും അതുപോലെ തന്നെ +2ൻ്റെയും ടോട്ടലായിട്ട് കൂട്ടുന്ന സമയത്ത് 60ൽ 36, അതുപോലെ തന്നെ 80ൽ 48 എന്ന് പറയുന്നത് നിങ്ങൾക്ക് ജസ്റ്റ് ജയിക്കാൻ വേണ്ട മാർക്കാണ്. അപ്പോൾ നിങ്ങൾ +2ന് നന്നായിട്ട് പഠിച്ച് ഇതിനേക്കാൾ കൂടുതൽ മാർക്ക് വാങ്ങിക്കുക. കാരണം +2ൻ്റെ മാർക്കാണ് വിവിധ എഞ്ചിനീയറിംഗ്, ഫാർമസി, മെഡിക്കൽ അലൈഡ് കോഴ്സസ്, അതുപോലെ തന്നെ നീറ്റ്, അതുപോലെ നഴ്സിംഗ് ഇതുപോലുള്ള വിവിധ കോഴ്സുകൾക്കുള്ള അഡ്മിഷന് വേണ്ടി പരിഗണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ +2ന് നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. +1ന് എത്ര മാർക്ക് കിട്ടിയെന്ന് നോക്കേണ്ടതില്ല, +2ന് നന്നായിട്ട് പഠിക്കാം. അപ്പോൾ ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന മറ്റ് സംശയങ്ങളിലേക്ക് വരാം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. +1ന് മിനിമം മാർക്ക് 18 മതി, അതുപോലെ 80 മാർക്ക് സബ്ജക്റ്റാണ് 24 മാർക്ക് ജസ്റ്റ് ജയിക്കാൻ മതി. എന്നാൽ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ മാർക്ക് കിട്ടുമെങ്കിൽ നിങ്ങൾ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതി വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ +2ന് നന്നായിട്ട് പഠിച്ച് കൂടുതൽ മാർക്ക് വാങ്ങിക്കുക. കാരണം ഇത് ജസ്റ്റ് ഒരു ജയിക്കാൻ വേണ്ടിയിട്ടുള്ള മാർക്കാണ്. നിങ്ങൾക്ക് വിവിധ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷനൊക്കെ നിങ്ങൾക്ക് +2ന് 50%-ലധികം, അതായത് 60% മാർക്കൊക്കെ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ മാർക്ക് നിങ്ങൾ വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. അത് +2 പരീക്ഷയിൽ നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് 4 സബ്ജക്റ്റ് തോറ്റാൽ എന്ത് ചെയ്യുമെന്നുള്ളത്. ഇപ്പോൾ 4 സബ്ജക്റ്റ്, ഇപ്പോൾ ഒരു വിദ്യാർത്ഥി ഇപ്പോൾ 1 സബ്ജക്റ്റ് തോറ്റു, ചില വിദ്യാർത്ഥികൾ 2 സബ്ജക്റ്റ് തോറ്റു, ചില വിദ്യാർത്ഥികൾ 3 സബ്ജക്റ്റ് തോറ്റു, ചില വിദ്യാർത്ഥികൾ 4 സബ്ജക്റ്റ് തോറ്റു, അതുപോലെ തന്നെ ചില വിദ്യാർത്ഥികൾ 5 സബ്ജക്റ്റ് തോറ്റിട്ടുണ്ട്, ചില വിദ്യാർത്ഥികൾ 6 സബ്ജക്റ്റും തോറ്റിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പല വിദ്യാർത്ഥികളും പലതരത്തിൽ പല എണ്ണത്തിലുള്ള സബ്ജക്റ്റ് ആയിരിക്കും തോറ്റിട്ടുണ്ടാവുക. അപ്പോൾ ഇങ്ങനെയെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളതാണ് അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് ആകെ 3 സബ്ജക്റ്റാണ് ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. 3 സബ്ജക്റ്റ് മാത്രമേ ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതോടൊപ്പം നിങ്ങൾ ഏതെങ്കിലും സബ്ജക്റ്റിൽ പരീക്ഷ എഴുതാൻ പറ്റിയിട്ടില്ല, അതായത് ആബ്സെൻ്റ് ആയി പോയിട്ടുണ്ടായിരുന്നുവെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് ആവശ്യമെങ്കിൽ 3 സബ്ജക്റ്റ് ആബ്സെൻ്റ് ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു 3 സബ്ജക്റ്റുകൾ നിങ്ങൾക്ക്
സേ പരീക്ഷയായിട്ട് എഴുതാനായിട്ട് സാധിക്കുന്നതായിരിക്കും. എന്നാൽ +1ൻ്റെ എല്ലാ സബ്ജക്റ്റുകളുടെ പരീക്ഷയും ഏതൊരു വിദ്യാർത്ഥിയാണെങ്കിൽ ആകെ 3 സബ്ജക്റ്റ് മാത്രമാണ് ആ ഒരു വിദ്യാർത്ഥിക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റുക. അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും പരീക്ഷയിൽ ആബ്സെൻ്റ് ആയി പോയിട്ടുള്ള വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ, അതായത് നിങ്ങളിപ്പോൾ 6 സബ്ജക്റ്റ് ആബ്സെൻ്റ് ആയി, ചില വിദ്യാർത്ഥികൾ 1 സബ്ജക്റ്റ് ആബ്സെൻ്റ് ആയി, അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് 3 സബ്ജക്റ്റ് ഇമ്പ്രൂവ്മെൻറ്റും അതുപോലെ ഇതിനോടൊപ്പം തന്നെ എത്ര സബ്ജക്റ്റിൻ്റെ പരീക്ഷകൾക്കാണ് നിങ്ങൾ ആബ്സെൻ്റ് ആയിട്ടുള്ളത് അത്രയും സബ്ജക്റ്റ് സേ പരീക്ഷയായിട്ടും ഈ ഒരു +1 ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയോടൊപ്പം എഴുതാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞുള്ള ആ ഒരു ഡൗട്ട്സിലേക്ക് വരാം. അതായത് ചില വിദ്യാർത്ഥികൾ എല്ലാ പരീക്ഷയും എഴുതിയിട്ടുണ്ട്, എല്ലാ സബ്ജക്റ്റിൻ്റെ പരീക്ഷയും എഴുതിയിട്ടുണ്ട്. ചില വിദ്യാർത്ഥികൾ 1 സബ്ജക്റ്റ് തോറ്റ വിദ്യാർത്ഥികളാവും. അതുപോലെ തന്നെ ചില വിദ്യാർത്ഥികൾ ആണെങ്കിൽ 2 സബ്ജക്റ്റ് തോറ്റ വിദ്യാർത്ഥികളാവും. ചില വിദ്യാർത്ഥികൾ 3 സബ്ജക്റ്റ് തോറ്റ വിദ്യാർത്ഥികളാവും. ചില വിദ്യാർത്ഥികൾ 4 സബ്ജക്റ്റ് തോറ്റതുണ്ടാവും. ചില വിദ്യാർത്ഥികൾ 5 സബ്ജക്റ്റ് തോറ്റിട്ടുള്ള വിദ്യാർത്ഥികളാവും. അതുപോലെ ചില വിദ്യാർത്ഥികൾ 6 സബ്ജക്റ്റും തോറ്റ വിദ്യാർത്ഥികളാവും. അപ്പോൾ ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾ എല്ലാ പരീക്ഷയും എഴുതിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ ആ ഒരു വിദ്യാർത്ഥികൾ എന്താണ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ 3 സബ്ജക്റ്റ് ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതുക. അതായത് 3 സബ്ജക്റ്റ് നിങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതുക. അപ്പോൾ 3 സബ്ജക്റ്റ് ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതിയിട്ട് അതിൽ ജയിക്കാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ബാക്കിയുള്ള, അതായത് ചില വിദ്യാർത്ഥികൾ 4 സബ്ജക്റ്റ് തോറ്റിട്ടുണ്ടാവും, ചില വിദ്യാർത്ഥികൾ 5 സബ്ജക്റ്റ്, ചില വിദ്യാർത്ഥികൾ 6 സബ്ജക്റ്റ് തോറ്റിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഈ ഒരു എക്സ്ട്രാ വരുന്ന 4, 5, 6, അതായത് ഈ ഒരു ബാക്കിയുള്ള 3 സബ്ജക്റ്റ് അല്ലെങ്കിൽ 1 സബ്ജക്റ്റുകൾ എന്ത് ചെയ്യും എന്നുള്ളത് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ 3 സബ്ജക്റ്റാണ് നിങ്ങൾക്ക് എല്ലാ പരീക്ഷയും +1ൻ്റെ എല്ലാ സബ്ജക്റ്റിൻ്റെ പരീക്ഷയും ഏതൊരു വിദ്യാർത്ഥിയാണെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് 3 സബ്ജക്റ്റാണ് എഴുതാനായിട്ട് മാക്സിമം എഴുതാനായിട്ട് പറ്റുക. അത് നിങ്ങൾ ജയിച്ച ഒരു വിദ്യാർത്ഥി ആയിരുന്നാലും അല്ലെങ്കിൽ തോറ്റ വിദ്യാർത്ഥി ആയിരുന്നാലും നിങ്ങൾക്ക് ആകെ 3 സബ്ജക്റ്റുകളാണ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ അങ്ങനെയെങ്കിൽ 3 സബ്ജക്റ്റിൽ കൂടുതൽ, അതായത് 4 സബ്ജക്റ്റ് തോറ്റിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു എക്സ്ട്രാ 1 സബ്ജക്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സബ്ജക്റ്റ് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ തോറ്റിട്ടുള്ളത് ഫിസിക്സ്, അതുപോലെ തന്നെ കെമിസ്ട്രി, അതുപോലെ തന്നെ മാത്സ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റുകളാണ് തോറ്റത്. അതോടൊപ്പം തന്നെ ഞാൻ ഇംഗ്ലീഷും തോറ്റിട്ടുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ എനിക്ക് 3 സബ്ജക്റ്റ് ഈ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെയെങ്കിൽ ഞാൻ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എഴുതുന്നു. അപ്പോൾ ബാക്കി വരുന്ന ഇംഗ്ലീഷിന് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇംഗ്ലീഷിൻ്റെ പരീക്ഷ, അതായത് +2നും ഇംഗ്ലീഷ് പരീക്ഷയുണ്ട്. അപ്പോൾ +2ൻ്റെ ഇംഗ്ലീഷ് പരീക്ഷയിൽ എനിക്കിവിടെ എത്ര മാർക്കാണോ കുറവുണ്ടായിട്ടുള്ളത് ആ ഒരു കുറഞ്ഞ മാർക്ക് കൂടി ഞാൻ +2ൻ്റെ പരീക്ഷയിൽ വാങ്ങിക്കും. അതായത് ഇപ്പോൾ ഇംഗ്ലീഷിന് എനിക്ക് കിട്ടിയത് ഒരു 18 മാർക്കാണെന്ന് വിചാരിക്കാം. അപ്പോൾ 18 കിട്ടിയതുകൊണ്ട് തന്നെ, അത് പരീക്ഷയിൽ 18 മാർക്കേ കിട്ടിയിട്ടുള്ളൂ. അങ്ങനെയെങ്കിൽ ഞാൻ ചെയ്യുക എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇംഗ്ലീഷിൻ്റെ +2ൻ്റെ പരീക്ഷ ഉണ്ടാവും. അപ്പോൾ +2ൻ്റെ പരീക്ഷയിൽ ഞാൻ 24 മാർക്ക് വാങ്ങിക്കണം. അതോടൊപ്പം ഇവിടെ എനിക്കിപ്പോൾ ഒരു 6 മാർക്കിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഞാൻ +2ൻ്റെ പരീക്ഷയിൽ ഒരു 30 മാർക്ക് വാങ്ങിക്കും. അതുപോലെ 3 സബ്ജക്റ്റ് ഫിസിക്സ്, കെമിസ്ട്രി ഇമ്പ്രൂവ്മെൻറ്റ് +1 ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുകയും ഇംഗ്ലീഷിൻ്റെ പരീക്ഷ +2ൻ്റെ പരീക്ഷയിൽ 30 മാർക്ക് വാങ്ങിക്കുകയാണ് ഞാൻ ചെയ്യുക. അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് 3 സബ്ജക്റ്റാണ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ബാക്കി എത്ര എക്സ്ട്രാ സബ്ജക്റ്റുകൾ നിങ്ങൾ തോറ്റിട്ടുണ്ട്, അപ്പോൾ ആ ഒരു സബ്ജക്റ്റിൽ നിങ്ങൾ അതിന് എത്ര മാർക്കാണോ കുറവുള്ളത് ആ ഒരു മാർക്ക് നിങ്ങൾ +2 പരീക്ഷയിൽ വാങ്ങിച്ചാൽ മതിയാകും. ജസ്റ്റ് വേണമെങ്കിൽ ഒന്നുകൂടി ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം. ഞാനിപ്പോൾ ഇംഗ്ലീഷും അതുപോലെ തന്നെ ഒരു ഫിസിക്സ്, അതുപോലെ തന്നെ കെമിസ്ട്രി എന്നിങ്ങനെയുള്ള സബ്ജക്റ്റുകൾ, ഇത്രയും സബ്ജക്റ്റാണ് തോറ്റിട്ടുള്ളത്. അതുപോലെ തന്നെ എനിക്കിപ്പോൾ മാർക്ക് കുറവുണ്ടായിരുന്നത് ബയോളജി ആണെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇവിടെ ഇതിനാണ് മാർക്ക് കുറവുള്ളത്. എന്നാൽ എനിക്കിവിടെ ഇംഗ്ലീഷ്, ഫിസിക്സ്, കെമിസ്ട്രി എന്നിവ ഞാൻ തോറ്റിട്ടുണ്ട്. അതായത് 18 അല്ലെങ്കിൽ 24 മാർക്കോ എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ ചെയ്യുക എന്ന് ചോദിച്ചാൽ, ഇതിൽ എനിക്ക് പരീക്ഷ എഴുതി കൂടുതൽ മാർക്ക് വാങ്ങിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്ന സബ്ജക്റ്റ് ഫിസിക്സും കെമിസ്ട്രിയും ബയോളജി ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഞാൻ +1 ഇമ്പ്രൂവ്മെൻറ്റ് നടത്തുന്ന സമയത്ത് 3 സബ്ജക്റ്റ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യും. അത് ഈ ഒരു ഫിസിക്സ്, അതുപോലെ തന്നെ കെമിസ്ട്രി, അതുപോലെ തന്നെ ബയോളജി എന്നിവയാണ് എനിക്ക് അതിനാണ് കൂടുതൽ മാർക്ക് വാങ്ങിക്കാൻ പറ്റുക എന്നുള്ള അതായത് ഒരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് ആ ഒരു സബ്ജക്റ്റിനെ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യും. അതിനുശേഷം ഇവിടെ ഇംഗ്ലീഷിന് ഞാൻ തോറ്റിട്ടുണ്ടായിരുന്നു, എനിക്ക് 18 മാർക്കേ കിട്ടിയുള്ളൂ എന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയെങ്കിൽ ഞാൻ ചെയ്യുക, +2ൻ്റെ ഇംഗ്ലീഷ് പരീക്ഷ അതായത് മാർച്ച് മാസത്തിൽ നടക്കും. അപ്പോൾ ആ ഒരു സമയത്ത് +2ൻ്റെ ഇംഗ്ലീഷ് പരീക്ഷയിൽ ജയിക്കാനായിട്ട് എനിക്ക് വേണ്ടത് 24 മാർക്കാണ്. എന്നാൽ ഇതോടൊപ്പം തന്നെ ഞാൻ +1ന് കുറവുള്ള 18 മാർക്കിൽ നിന്ന് 24 മാർക്ക് വേണമെങ്കിൽ ഏകദേശം നിങ്ങൾക്കറിയാം ഒരു 6 മാർക്ക് കുറവുണ്ട്. അപ്പോൾ ഇവിടെ ഇതോടൊപ്പം ഈ ഒരു മാർക്ക് ഉൾപ്പെടെ ടോട്ടൽ 30 മാർക്ക് ഞാൻ +2ൻ്റെ പരീക്ഷയിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഞാൻ ജയിക്കും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതായത് 3ൽ കൂടുതൽ സബ്ജക്റ്റ് തോറ്റിട്ടുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, 3 സബ്ജക്റ്റ് നിങ്ങൾ ഇഷ്ടമുള്ള സബ്ജക്റ്റുകൾ, നിങ്ങൾക്ക് ഏതൊക്കെ സബ്ജക്റ്റുകൾക്കാണ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്താൽ മാർക്ക് കൂടാൻ സാധ്യത ആ ഒരു 3 സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ബാക്കി വരുന്ന എക്സ്ട്രാ സബ്ജക്റ്റുകൾ ഉണ്ടാവും. അപ്പോൾ ആ ഒരു സബ്ജക്റ്റുകൾക്ക് എത്ര മാർക്കാണോ കുറവുണ്ടായിരുന്നത് ആ ഒരു കുറഞ്ഞ മാർക്ക് എത്രയാണോ അത് നിങ്ങൾ +2ൻ്റെ പരീക്ഷയിൽ +2 പരീക്ഷയ്ക്ക് ജയിക്കാനായിട്ട് എത്ര മാർക്ക് വേണം ആ ഒരു മാർക്കിൻ്റെ കൂടെ ആഡ് ചെയ്ത് ആ ഒരു കൂട്ടിയിട്ടുള്ള ടോട്ടൽ മാർക്ക് എത്രയാണോ ആ ഒരു മാർക്ക് നിങ്ങൾ +2 പരീക്ഷയിൽ വാങ്ങിച്ചാൽ മതിയാകും. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് +1 സേ ഓർ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എപ്പോഴാണ് ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ +1 സേ ഓർ അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് +2ൻ്റെ പരീക്ഷയിൽ അങ്ങനെ കൂട്ടിയിട്ട് മാർക്ക് വാങ്ങിക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ മുതൽ നന്നായിട്ട് പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് +2 പരീക്ഷയിലും ആ ഒരു എക്സ്ട്രാ, അതായത് +1ൽ കുറവുള്ള മാർക്ക് എത്രയാണോ അത് നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കുക. ഇനി +1ൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ രജിസ്ട്രേഷൻ എപ്പോഴാണ് ഉണ്ടാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ +2ൻ്റെ പബ്ലിക് എക്സാമിനേഷൻ രജിസ്ട്രേഷൻ എപ്പോഴാണ് ഉണ്ടാവുക ആ ഒരു സമയത്താണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ ഉണ്ടാവുക.
കാരണം പ്ലസ് വണ്ണിൻ്റെയും പ്ലസ് ടുവിൻ്റെയും പബ്ലിക് എക്സാമിനേഷൻ രജിസ്ട്രേഷൻ ഒരുമിച്ചാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ ഈ വർഷത്തെ പ്ലസ് വണ്ണിൻ്റെ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ 2026 മാർച്ചിലെ പ്ലസ് വൺ പരീക്ഷയോടൊപ്പമാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതായത് പ്ലസ് ടുവിൻ്റെ പരീക്ഷ നടക്കുന്നതിൻ്റെ ഇടവേളകളിലായിട്ടായിരിക്കും പ്ലസ് വണ്ണിൻ്റെ പബ്ലിക് എക്സാമിനേഷൻ നടക്കുക. അവരോടൊപ്പം തന്നെയായിരിക്കും നിങ്ങൾക്ക് പ്ലസ് വൺ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയും ഉണ്ടായിരിക്കുക. അപ്പോൾ പ്ലസ് വൺ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്കുള്ള രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് പ്ലസ് ടുവിൻ്റെ പബ്ലിക് എക്സാമിനേഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് നിങ്ങളോട് പ്ലസ് വൺ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് പ്ലസ് വണ്ണിന് ഏതൊക്കെ സബ്ജക്റ്റുകൾ ഇംപ്രൂവ്മെൻറ്റ് ചെയ്താൽ മാർക്ക് കൂടും, ആ ഒരു സബ്ജക്റ്റിൽ നിങ്ങൾക്ക് ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളുടെ പ്ലസ് വണ്ണിൻ്റെ സേവർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ ഉണ്ടായിരിക്കുക 2026 മാർച്ച് മാസത്തിലാണ്. ഇതിൻ്റെ രജിസ്ട്രേഷൻ നടക്കുക ഈ ഓഗസ്റ്റ് മാസത്തിന് ശേഷം വരുന്ന പ്ലസ് ടുവിൻ്റെ അല്ലെങ്കിൽ പ്ലസ് വണ്ണിൻ്റെ പബ്ലിക് എക്സാമിനേഷൻ രജിസ്ട്രേഷൻ ഉണ്ടാവും. നിങ്ങൾ ഇപ്പോൾ പ്ലസ് ടുവിലേക്ക് ആയതുകൊണ്ട് തന്നെ പ്ലസ് ടുവിൻ്റെ പബ്ലിക് എക്സാമിനേഷൻ രജിസ്ട്രേഷൻ നടക്കുന്ന സമയത്ത് തന്നെ പ്ലസ് വണ്ണിൻ്റെ പബ്ലിക് എക്സാമിനേഷൻ അതുപോലെ പ്ലസ് വൺ സേവർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ രജിസ്ട്രേഷൻ എന്നിവ നടക്കും. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾ സ്കൂളിൽ നിന്ന് വാങ്ങിച്ച് അത് ഫില്ല് ചെയ്ത് നിങ്ങൾ കൊടുത്താൽ മതി. ഒരു സബ്ജക്റ്റ് ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ സേ പരീക്ഷ എഴുതുന്നതിനോ 150 രൂപ പെർ സബ്ജക്റ്റാണ് ഫീസ് വരിക. ഇതോടൊപ്പം 40 രൂപയാണ് സർട്ടിഫിക്കറ്റ് ഫീസ് വരിക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അതായത് പ്ലസ് വണ്ണിൻ്റെ 3 സബ്ജക്റ്റ് മാത്രമേ നിങ്ങൾക്ക് ഇംപ്രൂവ്മെൻറ്റ് മാക്സിമം ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ 3 സബ്ജക്റ്റ് ആബ്സെൻ്റ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് 3 സബ്ജക്റ്റ് ഈ ഒരു സേ പരീക്ഷ കൂടി ഇതിനോടൊപ്പം എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. കാരണം അങ്ങനെ എഴുതാനായിട്ട് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആബ്സെൻ്റ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് 3 സബ്ജക്റ്റ് ഈ ഒരു സേ ആയിട്ടും അതുപോലെ 3 സബ്ജക്റ്റ് ഇംപ്രൂവ്മെൻ്റ് ആയിട്ടും എഴുതാൻ പറ്റുമെന്ന് പറയാൻ കാരണം ഒരു വിദ്യാർത്ഥി പ്ലസ് 2 ജയിക്കണമെങ്കിൽ ആ ഒരു വിദ്യാർത്ഥി പ്ലസ് വണ്ണിൻ്റെ എല്ലാ സബ്ജക്റ്റുകളുടെ പരീക്ഷയും അറ്റൻഡ് ചെയ്യേണ്ടത് നിർബന്ധമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു വിദ്യാർത്ഥിക്ക് 3 സബ്ജക്റ്റ് ഇംപ്രൂവ്മെൻറ്റും അതോടൊപ്പം 3 സബ്ജക്റ്റ് സേ പരീക്ഷയും എഴുതാനായിട്ട് പറ്റുമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ എല്ലാ വിഷയങ്ങളുടെ പരീക്ഷയും എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ 3 അതിൽ കൂടുതലോ സബ്ജക്റ്റ് തോൽക്കുകയാണെങ്കിൽ 3 സബ്ജക്റ്റ് ഇംപ്രൂവ്മെൻറ്റ് എഴുതുകയും അതുപോലെ തന്നെ ഇവിടെ 4 സബ്ജക്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ അതിലൊരു സബ്ജക്റ്റിൻ്റെ എത്ര മാർക്കാണോ മാർക്ക് നിങ്ങൾക്ക് പരീക്ഷയിൽ കുറവായിട്ടുള്ളത് ആ ഒരു കുറഞ്ഞ മാർക്ക് എത്രയാണോ ആ ഒരു മാർക്ക് നിങ്ങൾ പ്ലസ് ടുവിൻ്റെ ആ ഒരു സബ്ജക്റ്റിൻ്റെ പരീക്ഷയിൽ വാങ്ങിച്ചാൽ മതിയാകും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സേവർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ രജിസ്ട്രേഷൻ പ്ലസ് ടുവിൻ്റെ പബ്ലിക് എക്സാമിനേഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് തന്നെയാണ് പ്ലസ് വണ്ണിൻ്റെ പബ്ലിക് എക്സാമിനേഷൻ രജിസ്ട്രേഷനും അതുപോലെ തന്നെ പ്ലസ് വണ്ണിൻ്റെ സേവർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷകളുടെ രജിസ്ട്രേഷൻ നടക്കുക. ആ ഒരു സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് രജിസ്ട്രേഷൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾ സേ ആയിരുന്നാലും ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയാണ് എഴുതുന്നെങ്കിലും ഒരു വിഷയത്തിന് 150 രൂപ പെർ സബ്ജക്റ്റും 40 രൂപ സർട്ടിഫിക്കറ്റ് ഫീസുമാണ് വരിക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ പ്ലസ് വൺ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ നടക്കുക 2026 മാർച്ച് മാസത്തിലായിരിക്കും. പ്ലസ് വൺ പരീക്ഷയുടെ അത് പ്ലസ് വൺ പബ്ലിക് എക്സാമിനേഷന് കൂടിയാണ് പരീക്ഷ നടക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു 4 സബ്ജക്റ്റ് തോറ്റു എന്ന് വിചാരിച്ച് നിങ്ങളെ സ്കൂളിൽ നിന്ന് പുറത്താക്കുമെന്നൊന്നും പേടിക്കേണ്ടതില്ല. കാരണം നിലവിൽ നിങ്ങൾ പ്ലസ് 2 ക്ലാസ്സിലെ അത് പ്ലസ് 2 വിദ്യാർത്ഥികളാണ്. അപ്പോൾ നിങ്ങൾ പ്ലസ് ടുവിന് നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.